കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗരി തന്റെ തീരുമാനം കമലയോട് പറയാണ്. വേണിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ കൂടെ കമലയടുത്തി ഉണ്ടാവും. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് വെച്ചോണ്ട് സെൽഫ് റെസ്പെക്ട് ഇല്ലാതാവുന്നില്ല കമലയടുത്തി. കമലയടുത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും പറയാണ്. പിന്നെ കാണിക്കുന്ന വേണിയും ആദർശം കൂടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ആരതി വെള്ളമൊക്കെ കുടിക്കാനായിട്ട് കൊണ്ടുപോയി ആദർശന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദർശന്റെ കൈ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എന്റെ ഭഗവാനെ ഇത് എന്തൊക്കെയാ ഞാൻ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഇതൊരു നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. വേണി ചോദിച്ചു, ഇതാണോ നിസ്സാര പരിക്ക്? ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും സംഭവിച്ചില്ല, കൈയുടെ കുഴ അങ്ങോട്ട് തെറ്റിപ്പോയതേ ഉള്ളൂ. മുട്ടിന്റെ അടുത്തെ സമാധാനം ഉണ്ടെന്ന് പറയാണ്. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? നന്ദിനി അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാ. ഇത് കേട്ടപ്പം വേണി പറഞ്ഞു, അതെ എനിക്ക് നല്ല സംശയം ഇത് ആക്സിഡന്റ് അല്ലെന്നാ, ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ആരോ ചെയ്താന്ന് പറയാം. ഇതെന്തൊക്കെയാ വേണി നീ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നേ? ഇതാരും ചെയ്തൊന്നും അല്ല, ഇത് അബദ്ധം പറ്റിയതാ. അയാളെങ്ങാണ്ട് ഉറങ്ങി വന്നു കഴിഞ്ഞപ്പോ അറിയാതെ ഇടിക്കാൻ പോയതാ. ഈ സമയത്ത് നീ എന്ത് ചെയ്തോണ്ടിരിക്കുകയെന്ന് മുത്തശ്ശി വയ്ക്കണം. അത് ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കണം. ആ കൊള്ളാം, നല്ല കഥയെ. ഫോണും വിളിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പരിസരം മറന്നല്ലേ നിൽക്കുള്ളൂ, വണ്ടി വരുന്ന പോലും കാണുമല്ലോ. ഒരു ബോധമില്ലാതെ റോഡിന്റെ നടുക്കിലേക്ക് കയറി നിന്ന് കാണും. ആരതിക്കും കൂടെ ഒരു പാടവാ. ആരതി ഇതുപോലെ തന്നെയാന്ന് മുത്തശ്ശി കുറ്റപ്പെടുത്തുകയാണ്. ഇത് വേണി പറഞ്ഞു, മുത്തശ്ശി കുറ്റപ്പെടുത്തണ്ട, ഇത് ശരിക്കും ആദർശേന്റെ കയ്യിലെ കുഴപ്പമില്ല. ആദർശേട്ടൻ വെള്ളവരയ്ക്ക് ഇപ്പറേ മാറി നിന്ന് ഞാൻ ശരിക്കും കണ്ടതാ. പക്ഷേങ്കിൽ ആ വണ്ടി ചീറിപ്പാഞ്ഞു വരുമായിരുന്നു ആദർശേട്ടനെ ലക്ഷ്യമാക്കിയിട്ട്. ഞാനവിടെ കിടന്ന് അലറി വിളിച്ചോണ്ട് ആദർശേട്ടൻ തിരിഞ്ഞു നോക്കിയത്. അതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടേന്ന് പറയാം. എന്റെ ഭഗവാനെ, ഇത് എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ. ഈ വേണിയുടെ സംശയം കേട്ട് ഞാൻ പ്രൊഫസർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ആദർശൻ, നീ ഒരുങ്ങ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാം. ഈ അച്ഛൻ എന്താ ഇത്, അവൾ ഇങ്ങനെ ആ ഒരു ഷോക്കി പറയുന്ന കാര്യങ്ങളാ. എനിക്ക് ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇതാരും കരുതിക്കൂട്ടി ചെയ്തതൊന്നും അല്ല. ഇതിപ്പോ ആര് ചെയ്യാനാ? കംപ്ലൈന്റിന് പുറകെയൊന്നും പോകണ്ടെന്ന് പറയണേ. മുത്തശ്ശി പറഞ്ഞു, അതെ ശ്യാമു പറഞ്ഞാൽ ശരി, ഇപ്പൊ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്താണെങ്കിലോ. വേണി പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കേണ്ട, പക്ഷെ ഞാൻ കണ്ണി കണ്ട കാര്യമാ, ഉറപ്പായിട്ടും അത് ആദർശന്റെ ലക്ഷ്യം തന്നെയാ വണ്ടി വരുന്നത്. ഇനി ഞാൻ പറയുന്ന ആർക്കും വിശ്വാസം വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് കയറി പോവാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ നന്ദിനിയാൻ പറഞ്ഞു, വേണിമോക്ക് ഭയങ്കര സങ്കടമായെന്ന് തോന്നേ. അത് പിന്നെ അവൾക്ക് വിഷമം ഇല്ലാതിരിക്കുവോ? ആദർശം പറഞ്ഞു, എന്തൊക്കെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയെന്നോ, എന്തൊക്കെ ബഹളമായിരുന്നു വേണി, അവിടെ ആൾക്കാരൊക്കെ ഓടിക്കൂടിയായിരുന്നു. എന്നാ പിന്നെ നിനക്ക് അയാളെ പിടികൂടാൻ മേലായിരുന്നു ചോദിക്കാണ് ആ വണ്ടി ഓടിച്ചാളെ. അതെങ്ങനെയാ? ഈ ആൾക്കാരും ബഹളമായി കഴിഞ്ഞപ്പോഴത്തേനും അയാൾ സ്റ്റാൻഡ് വിട്ടു, പാവാന്ന് തോന്നേ. അതുകൊണ്ട് അയാൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്ന് പറയാണ്. ഈ സമയത്ത് ധ്രുവനും കിരണും ഷാനും കൂടെ നിൽക്കുമായിരുന്നു. കിരൺ പറഞ്ഞു, മച്ചാന് ഭാഗ്യമില്ലെന്ന് തോന്നേ, അല്ലെങ്കിൽ ഇന്ന് അവന്റെ കഥ കഴിയണ്ടെന്ന് പറയണം. കിരൺ ഇത് പറഞ്ഞതും ധ്രുവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ധ്രുവൻ ആ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ്. നീ എന്താണെന്നായ പറഞ്ഞേ? നീ എന്നോട് ഇങ്ങനെ പറയാറായോ? അപ്സലും ഷാനും ഒക്കെ എന്നോട് ഇങ്ങനെ പറയും. അത് ഞങ്ങൾ തമ്മിൽ പണ്ട് മുതലുള്ള ഒരു ബന്ധം വെച്ച. പക്ഷെ നീ ഇന്നലെ കയറി വന്ന് നിനക്കിത് പറയാൻ എന്താ അവകാശം? മര്യാദയ്ക്ക് ഇരുന്നതിന്റെ കർണ ഒടിച്ച് പൊട്ടിക്കുമെന്ന് പറയണം. അതെ, അവന്റെ ഒരു അബദ്ധം പറ്റിയതല്ലേ മച്ചാനെ, അതങ്ങോട്ട് വിട്ടുകളയാൻ ഷാൻ പറയാണ്. എന്നാലും ഇന്നത്തോടെ അവന്റെ കഥ കഴിയേണ്ടതായിരുന്നു. രക്ഷപ്പെട്ടു. പക്ഷെ അതേ കാലം അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാൻ പറ്റില്ല, അവനെ ഞാൻ പിടിക്കൂന്ന് പറയാണ്. ഇത് കേട്ടതും ഷാൻ പറഞ്ഞു, മച്ചാൻ ധൈര്യമായിട്ടിരിക്കുക, അവനിട്ടുള്ള കൊടുക്ക് നമുക്ക് കൊടുക്കാം. ഞാനൊക്കെ ഇല്ലേ മച്ചാനെ, ഞാനൊക്കെ എന്തിനാ പിന്നെ ജീവനോടെ ഇരിക്കുന്നേ എന്ന് പറയണം. ധ്രുവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, എന്നിട്ട് എനിക്ക് ശിവരഞ്ജിനെ സ്വന്തമാക്കണം, അതാ ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയണം. മച്ചാൻ ഉറപ്പായിട്ടും മച്ചാന്റെ പെണ്ണിനെ കിട്ടും, മച്ചാൻ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. പിന്നീട് കാണിക്കുന്ന പ്രൊഫസറുടെ വീട്ടിലേക്ക് ശങ്കറും ഗൗരിയും മഹാദേവനും എല്ലാരും കൂടെ വരുമായിരുന്നു. അപ്പം കോളിംഗ് ബെല്ല് അടിച്ചു കേട്ട് കഴിഞ്ഞപ്പോ നന്ദിനിയമ്മ പോയി കഥ തുറന്നപ്പോ ഇവരെല്ലാം കണ്ടേ. എല്ലാരും കണ്ടപ്പോ സന്തോഷം, ബാ കയറി വരാൻ പറയാണ്. ഇത് പെട്ടെന്ന് നന്ദിനിയമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു, വേണിമോളെ ഇതാരാ വന്നിരിക്കാന്ന് നോക്കാൻ പറയണം. അപ്പൊ വേണി അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി ആ അച്ഛൻ അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ വേണിമോളെ, എന്നാലും നീ എനിക്ക് സന്തോഷമായിട്ടോ വേണിമോളെ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ വേണീനെയും കെട്ടിപ്പിടിക്കുകയാണ്. അല്ല ആദർശമോൻ എന്തേന്ന് ചോദിക്കുകയാണ്. അല്ല ആദർശം മുറിയില്ല, അതെന്ത് പറ്റി? വയ്യാതിരിക്കുമല്ലേന്ന് മുത്തശ്ശി. വയ്യാതിരിക്കുവോ? ആരും ഒന്നും പറഞ്ഞില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. ആക്സിഡന്റോ? എന്നിട്ട് ആരും ഞങ്ങളോടൊന്നും വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയണ. ഗൗരിക്കും ടെൻഷൻ, എന്നോട് പോലും ആരും പറഞ്ഞില്ല, എന്താ വേണി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് എല്ലാരും അകത്തേക്ക് കയറി ഇരിക്കുക. ഈ സമയത്ത് പ്രൊഫസർ പറഞ്ഞു, അവൻ രാവിലെ ചെക്കപ്പിന് പോയതായിരുന്നു, ആ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, വണ്ടി ഒന്ന് ഇടിക്കാൻ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രതീക്ഷിതമായിട്ട് വന്ന ആ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് ആദർശ് എന്ത് ചെയ്യാൻ നിൽക്കുമ്പോൾ ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കൈയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഇറങ്ങി വരുന്നത്. ഇത് കണ്ട് ഗൗരി ഓടിച്ചെന്ന് വെച്ചു. അത് ആദർശേട്ടാ കൂടുതൽ എന്തേലും പറ്റുമെന്ന് ചോദിക്കണേ. ഒരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന് പറയണേ. ഈ സമയം തങ്കച്ചി പറഞ്ഞു, എന്നാലും ഈ സമയത്ത് ഇത് ശരിയല്ലല്ലോ. ഒരു പക്ഷേ കമലേനെയും കൊണ്ട് വന്നോണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദുശാനം ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞ് കമലയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പം മഹാദേവൻ പറഞ്ഞു, നീ എന്തൊക്കെയാ തങ്കച്ചി വിളിച്ചു പറയുന്നത്, മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. അല്ല, ഈ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നുണ്ടാകാന് ഒരു പക്ഷെ വേണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തങ്കച്ചി പറയണം. എല്ലാവരുടെ മുഖം പെട്ടെന്ന് മാറി. ഇതൊന്നാമത്തെ കാര്യം, മുത്തശ്ശി ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ജോസിനെ വിളിച്ചു പറയണം, ഇനിയിപ്പോ വയറ്റിലൊരു കുഞ്ഞുണ്ടായിനിപ്പം അച്ഛൻകാലയിലാണോ കുഞ്ഞുണ്ടായെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് തങ്കച്ചിയുടെ ഈ പറച്ചിലും കൂടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവയുടെ ദേഷ്യം വന്നു. ദേ മിണ്ടാതിരുന്നോണം, അല്ലേ ഇവിടെയൊന്നും ഞാൻ നോക്കല. അതെ, ആ കുഞ്ഞ് വയറ്റുള്ളതുകൊണ്ട് ആ ഭാഗ്യം കൊണ്ടായിരിക്കും ആദർശന് കൂടുതലൊന്നും സംഭവിക്കാത്ത. നിനക്ക് അങ്ങനെ കരുതി എന്നെ തങ്കച്ചിന്ന് ചോദിക്കണം, ശരിയല്ലേ? കാരണം ആ കുഞ്ഞ് വയറ്റിലുണ്ട്, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സംഭവിക്കാൻ ഇരുന്നാണെങ്കിലോ ആ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട് ഇത്തരത്തിൽ അങ്ങ് നിന്നുപോയി. അതല്ലേ എന്റെ ശരിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ പ്രൊഫസറും ശരിയാ അങ്ങനെ തന്നെയാന്ന് പറയാണ്. പിന്നീട് വേണി പറഞ്ഞു, അച്ഛാ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മോളെ, ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് അല്ല അച്ഛാ, മനഃപൂർവ്വം ഇടിക്കാൻ വന്നാ. ഞാൻ ഇതിവിടെ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയാ. അങ്ങനെയാണോ? ഇതിപ്പോ ആരാ ആദർശന് ശത്രുക്കൾ? ഇത് കേട്ടപ്പോ ആദർശൻ, എന്റെ അച്ഛാ എനിക്ക് ആരും ശത്രുക്കളൊന്നുമില്ല, ഇതൊക്കെ പിന്നെ അവളുടെ ഒരു തോന്നലാ, ആ ഷോക്കും കൊണ്ട് അവള് പറയണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, കൊള്ളാം, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായെന്ന് പറയണം. അപ്പൊ ശങ്കർ പറഞ്ഞു, വേണിമോൾക്ക് ഇപ്പം ആദർശം എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിന് അത്ര സ്നേഹമാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. ആ ഒരു ഷോക്കാന്ന് പറയണേ. മഹാദേവൻ സ്നേഹിച്ചോ എത്ര വേണ്ട സ്നേഹിക്കില്ലെന്ന് ആരും പറഞ്ഞില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോ എല്ലാരും പൊട്ടിച്ചിരിക്കുക. പിന്നീട് തങ്കച്ചി, നീ ഇത് എന്ത് നോക്കിയിരിക്കുക, വേണിമോക്ക് ആ പലഹാരങ്ങൾ എടുത്തു കൊടുക്കാൻ പറയണം. തങ്കച്ചി വന്നിട്ട് ലഡു എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. കുറെ പലഹാരങ്ങൾ വേണിമോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മഹാദേവൻ പറഞ്ഞു, അതെ മോൾക്ക് ഇഷ്ടമുള്ള തൃശ്ശൂരിലെ ആ കടയിലെ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നേ. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണു, എന്നാലും നമ്മുടെ തൃശ്ശൂർ പലഹാരത്തിന്റെ രുചി അത് നാവിൻ തുമ്പി അങ്ങ് പോവില്ല അച്ഛാന്ന് പറയണം. പിന്നീട് മഹാദേവൻ ജിലേബിയൊക്കെ എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി മേടിച്ച് കഴിക്കുമ്പോഴത്തേനും പ്രൊഫസർ പറഞ്ഞു, വേണ്ട അമ്മയ്ക്ക് അധികം മധുരം കഴിക്കാൻ പറ്റില്ല, ഷുഗർ ഉള്ളതെന്ന് അറിയാമല്ലോ. അതെ, ഒരു ദിവസം ഇത്ര കഴിച്ചെന്ന് ഓർത്ത് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണേ. പിന്നീട് നന്ദിനി അമ്മയ്ക്കും പ്രൊഫസർക്കും എല്ലാവർക്കും അങ്ങനെ മധുരം വിളമ്പുവാണ്. ഈ സമയത്ത് ഗൗരി പതുക്കെ വേണിനെ വിളിക്കാൻ, വേണി എനിക്കൊരു കാര്യം പറയണ്ടെന്ന് വരാൻ പറഞ്ഞു. അതിനെന്താ ഗൗരി ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. പിന്നീട് അവർ പുറത്തേക്ക് പോയി മാറി നിൽക്കുകയാണ്. അല്ല വേണി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാം. എന്താ? ആ ശരിക്കും ആക്സിഡന്റ് അല്ല, നീ പറയാൻ കാരണം എന്താ? ഗൗരി, ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ട ആ വണ്ടി ശരിക്കും ഇടിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്ന വെള്ളവരക്ക് ഇപ്പറ ആദർശേട്ടൻ നിന്ന്. എന്നിട്ട് നേരെ വന്ന ഞാൻ അവിടെ കിടന്ന് അലറി നിലവിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദർശേട്ടൻ തിരിഞ്ഞു നോക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ ആദർശേട്ടൻ ഉറപ്പായിട്ടും ആ വണ്ടി ഇടിച്ചേനെന്ന് പറയാണ്, ഇടിച്ച് തെറിപ്പിച്ചേന്. പക്ഷെ ഗൗരി, ഇതൊന്നും പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നില്ലെന്ന് പറയാം. ഗൗരി പറഞ്ഞു, എനിക്ക് വിശ്വാസം വേണി, നീ പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞു. പക്ഷെ ആദർശേട്ടൻ ആരെ ശത്രുക്കളെ, ശത്രുക്കൾ ആരും ഇല്ലല്ലോ എന്ന് പറയാണ്. അത് ശരിയാണ്, പക്ഷെ എനിക്കറിയില്ല ഗൗരി, എന്താ സംഭവം എന്ന് അറിയത്തില്ല എന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ആദർശം വരുന്നത്. ആദർശം വന്നിട്ട്, നീ എന്തൊക്കെയാ വേണി പറഞ്ഞു പിടിപ്പിക്കുന്നത്, ഗൗരീനെ കൂടി നീ സങ്കടപ്പെടുത്തുവാണോ? വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കല്ലെന്ന് പറയണം. ഇല്ലാത്താണോ ഞാൻ പറഞ്ഞു കൊടുത്തേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നീ ഒന്ന് കയറി പൊക്കേന്ന് പറഞ്ഞ് വേണിനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. ആദർശേട്ടാ, ശരിക്കും വേണി പറഞ്ഞ വല്ല സത്യം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇതൊക്കെ എന്താ ഗൗരി ഇത്? അയാൾ ഉറങ്ങിപ്പോയതുകൊണ്ട് സംഭവിച്ചല്ലേ? അതെന്നിട്ട് അയാൾ എന്താ വണ്ടി നിർത്താതെ പോയത്? അത് പിന്നെ അയാൾ പേടിച്ചു പോയി കടവയ്ക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ കയറി അങ്ങോട്ട് വരാൻ പറയണം. ആദർശേട്ടൻ പൊക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. അങ്ങനെ ആദർശം അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗൗരി ഇങ്ങനെ ചിന്തിക്കുക, ഒരുപക്ഷെ ധ്രുവനായിരിക്കും ആ ശത്രു, ആരുമില്ലെന്നാ പറഞ്ഞേ. അപ്പം ആദർശ് പറയാൻ ചെയ്തത്, എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ശത്രു ധ്രുവനായിരുന്നു, അവൻ മരിച്ചു പോവുകയും ചെയ്തല്ലോ എന്ന്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഗൗരി ഞടുങ്ങി തരിച്ച് നിൽക്കുക. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.